ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഹോം മേക്കിംഗ് ബേസ്ഡ് ആയിട്ടുള്ള 2 DIY വർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പലരും നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ റീയൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നവരായിരിക്കും. ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫുഡ് കണ്ടെയ്നേഴ്സൊക്കെ ആണെങ്കിലും അത് അതേപോലെ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ബ്യൂട്ടിഫിക്കേഷനൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അത് നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിലുള്ള ചെറിയ ചെറിയ കംപ്ലയിൻറ്റ്സ്, ഇപ്പോൾ കിച്ചണിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് അതൊക്കെ ചെറിയ രീതിയിലുള്ള DIYs കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതൊക്കെ സോൾവ് ചെയ്യുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള 2 DIY വർക്കാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് DIY വർക്കിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ഫുഡ് കണ്ടെയ്നറാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പത്തിലുള്ള, അതുപോലെ ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബക്കറ്റ് ഫോമിലുള്ള ഒരു കണ്ടെയ്നറാണിത്. ഇത് നമുക്ക് കുട്ടികളുടെ ടോയ്സ് സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ എക്സ്ട്രാ സ്നാക്സൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫങ്ഷൻ ബേസ് ഇതുപോലെയുള്ള കണ്ടെയ്നേഴ്സൊക്കെ അപ്രോപ്രിയേറ്റ് ആണെങ്കിലും നമുക്ക് ആ ഒരു ലുക്ക് വൈസ് ഇതിനൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്തിട്ട് വേണം റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്കൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചണിലാണ് നമ്മളിങ്ങനെയുള്ള കണ്ടെയ്നേഴ്സൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നതെങ്കിൽ ആ ഒരു ഏരിയ എത്രയായാലും ഒരു ക്ലട്ടേഡ് ലുക്കായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നല്ലൊരു ലുക്കിലേക്ക് കൊണ്ടുവരാനും ഓർഗനൈസ്ഡ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് ഈ ഒരു കണ്ടെയ്നേഴ്സ് ഒന്ന് കവർ ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് ലുക്ക് എൻഹാൻസ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിനായിട്ട് ഞാനിവിടെ ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കോട്ടിങ്ങിൽ വരുന്ന വാൾ പേപ്പേഴ്സൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളിൻ്റെ ഗ്ലൂ ആണ്. ഇനി ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ബോഡി പാർട്ടിൻ്റെ ആ ഒരു വിഡ്ത്തിൻ്റെ മെഷർമെൻറ്റും പ്ലസ് ഒരു 1 ഇഞ്ച് എക്സ്ട്രാ ലീവ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. റിങ്കിൾസ് ഒന്നും വരാത്ത രീതിയിൽ കുറച്ചായിട്ട് വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ടോപ്പിലുള്ള ഈ ഒരു ലിഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ആ ഒരു പോർഷനൊക്കെ നല്ല രീതിയിൽ ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം ക്ലോത്ത്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ എക്സ്ട്രാ ലീവ് ചെയ്തിട്ടുള്ള 1 ഇഞ്ച് ഈ ഒരു കണ്ടെയ്നറിൻ്റെ അടിവശത്തോട്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എഡ്ജ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ലുക്കിൽ തന്നെ കിട്ടുന്നതാണ്. ഇനി നമുക്കിത് റിങ്കിൾസ് ഒന്നും വരാതെ നീറ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ചെറിയ കട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത് നീറ്റായിട്ട് ടൈറ്റിൽ തന്നെ അതുപോലെ റിങ്കിൾ ഫ്രീ ആയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ അതിൻ്റെ അടിഭാഗം ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഷേപ്പിലുള്ള ഒരു കട്ടിങ് കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഫുള്ളായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഈ ഒരു കണ്ടെയ്നറിൻ്റെ ലിഡും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കലാണ്. ഇനി നമ്മൾ റെൻ്റൽ സ്പേസിലൊക്കെ താമസിക്കുമ്പോൾ ഇതുപോലെയുള്ള ഫുഡ് കണ്ടെയ്നേഴ്സൊക്കെ മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സ് റീയൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഈവൻ ലുക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സെയിം ടൈപ്പിലുള്ള ക്ലോത്ത്സ് അല്ലെങ്കിൽ പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണൊക്കെ ഒരു ഓർഗനൈസ്ഡ് ആൻഡ് നീറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇവിടെ ഇപ്പോൾ ഞാനത് ഈ ഒരു ലിഡിൻ്റെ ഉൾവശത്തുള്ള ഈ ഒരു സർക്കിൾ മാത്രമാണ് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് നന്നായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിൻ്റെ മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുത്തുള്ള ക്ലോത്തും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഇതാ നമ്മുടെ ഫുഡ് കണ്ടെയ്നർ റെഡി ടു യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെപ്പോഴും ആസ് ഇറ്റ് ഈസ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെയുള്ള ചെറിയ മേക്ക് ഓവർ കൊടുത്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നല്ലൊരു ലുക്ക് എൻഹാൻസ്മെൻറ്റും ഒരു ഫ്രഷ് ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ല സ്റ്റോറേജ് ബോക്സൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ ഇതൊരു എക്സ്ട്രാ സ്നാക്സൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് ബോക്സ് ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് DIY എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നുപോലെ. ഇനി നമ്മുടെ സെക്കൻഡ് DIY ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ക്ലോത്താണ്. അപ്പോൾ ഇത് അത്യാവശ്യം തിക്നെസ്സിൽ വരുന്ന ഒരു ക്ലോത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. സെക്കൻഡ് DIYയും നമുക്ക് കിച്ചണിലാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കിച്ചൺ സിങ്ക് ഏരിയയിലുള്ള ടാപ്സ് കാര്യങ്ങളൊക്കെ ഓവർ സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ, വാട്ടറൊക്കെ ഓവർ സ്പ്രെഡായിട്ട് വരുന്ന പൈപ്പൊക്കെ ആണെങ്കിൽ ആ ഒരു ഏരിയയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മാറ്റായിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് വിഡ്ത്ത് വന്നിട്ട് നമുക്ക് നമ്മുടെ സിങ്കിൻ്റെ ആ ഒരു എൻഡ് തൊട്ടിട്ട് സ്ലാബ് വരെയുള്ള ആ ഒരു ചെറിയ ഗ്യാപ്പില്ലേ അതാണ്. അപ്പോൾ മാക്സിമം ഒരു 4 to 5 ഒക്കെയാണ് സാധാരണ രീതിയിൽ ആ ഒരു ഏരിയയിൽ സ്പേസ് വരുന്നത്. ഇതിപ്പോൾ ഞാൻ സീം അലവൻസ് കഴിഞ്ഞിട്ട് 5 ഇഞ്ചോളം വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. ഇനി ലെങ്ത്ത് വന്നിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 17 ഇഞ്ചസാണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ ഞാൻ 3 പീസസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് 2 പീസ് സെയിം വേയിലും ഒരു പീസ് ഓപ്പോസിറ്റ് സൈഡിലും വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ മറിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന പോലെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും 2 ക്ലോത്ത് നല്ല വശം ഫേസ് ടു ഫേസ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 3rd പീസ് നമുക്ക് എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു 3 ഇഞ്ച് ലീവ് ചെയ്തിട്ട് ബാക്കി ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ടേൺ ചെയ്യുന്ന ആവശ്യത്തിനായിട്ടാണ് നമ്മൾ ആ ഒരു സ്പേസ് ലീവ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു 4 ഇഞ്ച് സീം അലവൻസാണ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കോർണേഴ്സിലുള്ള എക്സ്ട്രാ ഫാബ്രിക്സ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ടേൺ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഗ്യാപ്പ് ലീവ് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സിങ്ക് ഏരിയയിലേക്കാണ് നമ്മൾ ഈ ഒരു മാറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കിച്ചൺ സിങ്ക് ഏരിയയിലുള്ള ടാപ്പൊക്കെ വാട്ടർ ഓവർ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നാരോ ആയിട്ടുള്ള മാറ്റ്സൊക്കെ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യാൻ നേരത്ത് ഈ ഒരു മാറ്റ് വിരിച്ചതിന് ശേഷം ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിതിൽ ക്ലോത്ത്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടുന്നതാണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നുപോലെ. താങ്ക്സ് ഫോർ വാച്ചിങ്.